Hi friends, welcome to my channel Suhas Haris. ഇപ്പോൾ ഭയങ്കര വലിയ ചൂടല്ലേ. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സോളാർ ക്യാപ്പ് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സോളാർ ക്യാപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് നമുക്ക് സോളാർ പാനലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു DC മോട്ടറാണ്. ഇത് സോളാർ പാനലിന് വേണ്ടി മാത്രമല്ല, നമ്മളിപ്പോൾ HW ബാറ്ററിയിൽ ഓടുന്ന കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ മോട്ടർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീം സ്റ്റിക്കാട്ടോ. ഇതിപ്പോൾ നമ്മൾ 4 എടുത്തിട്ടുണ്ട്. ഇത് ഏത് സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്കൊരു സോളാർ വേണം. ഇതിൻ്റെ അളവെന്ന് പറയണത് 99 × 69 ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. ഈ DC മോട്ടറിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ഫാനാണ്, ലീഫ് അങ്ങനെയൊക്കെ പറയും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാപ്പാണ്. ക്യാപ്പ് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ സ്റ്റിക്ക് എന്തിനാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റിക്കിലും ഒരു ചെറിയ ഹോൾ ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ ഫാൻ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ്. അങ്ങനെ മറിച്ചൊക്കെ വെക്കാം. അതിനു വേണ്ടിയാണ് നമുക്കിവിടെ ഹോളിടാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഹോളിടാം. നമ്മളിപ്പോൾ സ്ക്രൂ ഡ്രൈവറിലാണ് ഹോൾ ഇടുന്നത്. നിങ്ങൾക്ക് എന്തുപയോഗിച്ച് വേണമെങ്കിലും ഹോളിടാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്യാപ്പിൽ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കിലും കൂടി ഹോൾ ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ക്യാപ്പിന് ഹോൾ ഇട്ടതും ഐസ്ക്രീം സ്റ്റിക്കിന് ഹോൾ ഇട്ടതും ഇത് രണ്ടും കൂടി കയറാനനുസരിച്ചൊരു നമുക്കൊരു സ്ക്രൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബോൾട്ട് കിട്ടിയില്ലെങ്കിൽ സാരില്ല കേട്ടോ. ടൈറ്റായിട്ടിരിക്കുന്നൊരു സ്ക്രൂ കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കും ഈ ക്യാപ്പിൻ്റെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇടാം ഫ്രണ്ട്സ്. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് നമ്മൾ സ്ക്രൂ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്പിൽ ഹോൾ ഇട്ടോട് ഈ സ്ക്രൂ കയറ്റാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വളച്ച് നോക്കാം. ഓക്കെ, വളയുണ്ട്. നമുക്കിവിടെ ഫാൻ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മറ്റേ വളയ്ക്കാട്ടോ. എങ്ങോട്ടാണ് നമുക്ക് കാറ്റ് കിട്ടേണ്ടതെന്നനുസരിച്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വച്ചേക്കണ രീതിയിൽ ഒന്ന് വെച്ചിട്ട് അവിടെ നമുക്ക് ഈ തുമ്പത്ത് നമുക്കവിടെ ഒട്ടിക്കാം. ഗ്ലൂഗം വെച്ച് ഒട്ടിക്കാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ക്യാപ്പിൻ്റെ നമ്മളാ സ്ക്രൂ വെച്ചില്ലേ അവിടെ ഒട്ടിക്കുക. ക്യാപ്പിൻ്റെ അത് നമ്മൾ ആ സ്റ്റിക്ക് ഒട്ടിച്ചതിൻ്റെ പുറത്തോട്ട് പോകരുത്. ചിലപ്പോൾ അത് അനങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല. അത് അതേപോലെ തന്നെ നേരെ നിൽക്കുമായിരിക്കും. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് വയ്ക്കാം കേട്ടോ. അതിൻ്റെ ബാക്ക് വശത്ത് നമുക്കൊന്ന് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ നേരെ നിൽക്കുന്ന സ്റ്റെമ്പിൻ്റെ നമ്മൾ മോട്ടറായിട്ട് കണക്ട് ചെയ്ത മറ്റൊരു സ്റ്റെപ്പിൻ്റെ അവിടെ നമുക്ക് ഒട്ടിക്കാം. അവിടെ നമുക്ക് ഗ്ലൂഗം വെച്ച് ഒട്ടിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സോളാറും കൂടി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ സോളാറും കൂടി ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യണത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോളാർ ക്യാപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെയിലത്തോട്ട് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രൈ ആയിട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സോളാർ ക്യാപ്പ് തലയിൽ വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു ലുക്കില്ലെങ്കിലും, ലുക്കിലല്ല വർക്കിലാണ് കാര്യം, അകത്തൊരു സോളാറിൻ്റെയും ഒരു ക്യാപ്പിൻ്റെ ഒരു ഫാനിൻ്റെയും വെയിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, എങ്ങോട്ടാന്ന് വെച്ചാൽ. പിന്നെ നമ്മളിവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലീഫിക്ക് വെച്ച് അത്യാവശ്യം കാറ്റ്, നിങ്ങൾ വലിയ കാറ്റൊന്നും ഇതിന്ന് പ്രതീക്ഷിക്കരുത്. ഒരു ഫേസ് ഫുള്ള് കവർ ചെയ്യാനുള്ള ഒരു കാറ്റൊന്നും ഇല്ലെങ്കിലും ഏത് ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നത് അങ്ങോട്ടേക്കൊരു കാറ്റുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വലിയൊരു കാറ്റൊന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം കാറ്റുണ്ട്. നമുക്ക് ഇതിൻ്റെ കാറ്റ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് എത്രത്തോളം കാറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ see you soon. Bye. Peace. Bye.